നടൻ ദിലീപ് കുറ്റക്കാരനല്ലെന്ന് സെഷൻസ് കോടതി വിധി പുറത്തു വന്നു. പല തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളും സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട്, ടെലിവിഷൻ ചർച്ചകളിൽ കാണുന്നുണ്ട്. ആരായിരിക്കും ആ മേലുദ്യോഗസ്ഥ? അല്ലെങ്കിൽ ആ മേലുദ്യോഗസ്ഥയ്ക്ക് നടൻ ദിലീപിനോട് ഇത്രമാത്രം പക തോന്നാനുള്ള കാരണം എന്താണ്? ദിലീപിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ, അല്ലെങ്കിൽ ദിലീപ് കുറ്റവിമുക്തനാക്കപ്പെട്ട കോടതിയിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ മാധ്യമപ്പട അദ്ദേഹത്തിന് നേരെ മൈക്ക് ചൂണ്ടിയപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകളിൽ നിന്ന് നമുക്ക് തുടങ്ങാം. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. നടി മഞ്ജു വാര്യറാണ് ഈ സംഭവത്തിൽ 2017 ഫെബ്രുവരി 17 നടി ആക്രമിക്കപ്പെട്ട സംഭവത്തെ തുടർന്ന് അമ്മ ഭാരവാഹികൾ കൊച്ചിയിൽ യോഗം ചേരുകയും അതിൽ പ്രതിഷേധിക്കുവാൻ വേണ്ടിയുള്ള യോഗമായിരുന്നു ആ സംഭവത്തിൽ. അതിൽ ദിലീപ് പങ്കെടുത്തിരുന്നു. ദിലീപിന്റെ ആദ്യ ഭാര്യയായ നടി മഞ്ജു വാര്യർ ഉണ്ടായിരുന്നു. നടി മഞ്ജു വാര്യറാണ് ഈ സംഭവത്തിന് പിന്നിൽ ഒരു ക്രിമിനൽ ഗൂഢാലോചനയുണ്ടെന്ന് ആദ്യമായി പറയുന്നത്. അത് പകൽ പോലെ വ്യക്തമാണ്. അതിനു മുമ്പ് തന്നെ ഈ ആക്രമണത്തിന് പിന്നിൽ ദിലീപായിരിക്കാം, ദിലീപിന്റെ കൊട്ടേഷനായിരിക്കാം എന്ന ചർച്ചകൾ അങ്ങിങ്ങായി ഉയർന്നു വന്നിരുന്നുവെങ്കിലും നടി മഞ്ജു വാര്യർ പറഞ്ഞതോടുകൂടി അതങ്ങ് ഉറപ്പിച്ചു. ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന അവസ്ഥ. അതിനെ പിന്തുടർന്നാണ് നടൻ ദിലീപിലേക്ക് ആളുകൾ, വാർത്തകൾ അങ്ങനെ പടച്ച് വിടാൻ തുടങ്ങി. ദിലീപായിരിക്കും ഈ അഭ്യൂഹങ്ങൾ വന്നു തുടങ്ങിയപ്പോൾ തന്നെ ദിലീപ് സംസ്ഥാന മുഖ്യമന്ത്രി, അതുപോലെ തന്നെ പോലീസ് മേധാവി, അങ്ങനെ തുടങ്ങിയ ആളുകൾക്ക് സ്വകാര്യമായി വളരെ ബഹുമാനത്തോടു കൂടി ചില മെസ്സേജുകൾ അയച്ചിരുന്നു. എനിക്ക് നേരെ ഇങ്ങനെ വരുന്നു, ഞാൻ മനസാവാച അറിഞ്ഞ കാര്യങ്ങളല്ല എന്നൊക്കെ പറഞ്ഞു. ആ അവസരത്തിലാണ് പോലീസിന്റെ മാനിപ്പുലേഷൻ തുടങ്ങുന്നത് എന്നാണ് ദിലീപിന്റെ സീനിയർ അഭിഭാഷകനായ രാമൻപിള്ള അദ്ദേഹം കേസ് വാദിച്ചിരിക്കുന്നത്. അവിടെ നിന്നാണ് തുടങ്ങുന്നത്. ആ വാദത്തിൽ ദിലീപ് കൃത്യമായി അക്കമിട്ട് ഓരോരോ കാര്യങ്ങൾ നിരത്തി. ചില നടന്മാർ, പ്രത്യേകിച്ച് ഭാമ, ബിന്ദു പണിക്കർ, അതുപോലെ നടൻ സിദ്ദിഖ്, ഇവരൊക്കെ ആദ്യഘട്ടത്തിൽ, കേസന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ ദിലീപിന് ആക്രമിക്കപ്പെട്ട നടിയുമായി മുൻവൈരാഗ്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിരുന്നുവെങ്കിലും പിന്നീട് രണ്ടാം ഘട്ടം എത്തിയപ്പോൾ, അല്ലെങ്കിൽ കേസിന്റെ അന്വേഷണം പുരോഗമിച്ചപ്പോൾ മൊഴി മാറ്റി പറഞ്ഞു. ഒന്നും രണ്ടുമല്ല, 28 പേരാണ് മൊഴി മാറ്റി പറഞ്ഞതെന്ന് നമുക്കറിയാം. ആ മൊഴി മാറ്റി പറഞ്ഞതിൽ പ്രത്യേകത, മുൻവൈരാഗ്യം ഉണ്ടായിരുന്നു. പല ഘടകങ്ങളുണ്ട് അക്കാര്യത്തിൽ. വ്യക്തിപരമായ പല കാര്യങ്ങൾ കൊണ്ടും ആ നടിയോട് ദിലീപിന് ഒരു അകൽച്ച ഉണ്ടായിരുന്നു. ഒരു വിദേശ രാജ്യത്ത് വെച്ച് നടന്ന റിഹേഴ്സൽ ക്യാമ്പിൽ ആ നടിയോട് ദിലീപ് മിണ്ടിയിരുന്നില്ല. ഇത് കോംപ്രമൈസ് ചെയ്യാൻ സിനിമാ മേഖലയിലെ പല ആളുകളും ശ്രമിച്ചിരുന്നു എന്നൊക്കെ സിനിമാ മേഖലയിലുള്ള ആളുകൾക്കും അതുപോലെ തന്നെ മാധ്യമ പ്രവർത്തകർക്കുമൊക്കെ ഈ കാര്യം അറിയാം. ഈ ഒരു വൈരാഗ്യം ആ നടിയുമായി ദിലീപിനുണ്ട് എന്നത്. പക്ഷെ ആ വൈരാഗ്യം ഇത്തരമൊരു ക്രിമിനൽ കുറ്റകൃത്യം ചെയ്യുവാനുള്ള തരത്തിലേക്ക് വളർന്നിരുന്നു എന്ന കാര്യം ഇവരാരും അറിഞ്ഞിരുന്നില്ല. ആദ്യഘട്ടത്തിൽ പ്രതികരിച്ച കൂട്ടത്തിൽ എല്ലാവരും പ്രതികരിച്ചു. മാധ്യമങ്ങൾ എടുത്തു വച്ച് അലക്കി. ഒരു മേലുദ്യോഗസ്ഥ അവരുടെ പോലീസ് ഗുണ്ടകൾ, അതായത് ക്രിമിനൽ സ്വഭാവമുള്ള പോലീസുകാരെ വെച്ച് ട്രാപ്പ് ചെയ്തു എന്നാണ് ദിലീപ് പറയുന്നത്. ജയിലിൽ കിടക്കുന്ന പ്രതിയെ കൊണ്ട് സഹതടവുകാരന് കത്ത് കൊടുപ്പിച്ചു. ആ കത്ത് പുറത്തു വന്നതൊക്കെ നമുക്ക് അറിയാം. പിന്നെ പ്രധാനമായും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കാണുന്നതും ചർച്ചകളിൽ പറയുന്നതും പല ആളുകളും പറയുന്നതുമൊക്കെ ദിലീപിന്റെ സെറ്റിൽ ഈ പറയുന്ന ഒന്നാം പ്രതി ഉണ്ടായിരുന്നു. ദിലീപിന്റെ ഡ്രൈവർ ഈ വാഹനത്തെ പിന്തുടരുന്നുണ്ടായിരുന്നു. അതിനുള്ള രേഖകൾ ഉണ്ടായിരുന്നു. പിന്നെ ഈ പെൺഡ്രൈവും കൊണ്ട് ദിലീപിന്റെ ഭാര്യയുടെ വീട്ടിലേക്കാണ് ഇവർ ഓടിക്കയറി, സ്ഥാപനത്തിലേക്കാണ് ഓടിച്ചെന്ന് കയറിയത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതിനൊന്നും സോളിഡ് എവിഡൻസുകൾ ഉണ്ടായിരുന്നില്ല എന്നതാണ് വാസ്തവം. ഇനി നമ്മുടെ വാർത്താ ചാനൽ ആർക്കൊപ്പമാണ്? അതിജീവിതയ്ക്കൊപ്പമാണോ അതോ ദിലീപിനൊപ്പമാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സത്യത്തിനൊപ്പമാണ്. സത്യത്തിനൊപ്പം നിന്ന് വാർത്തകൾ അവതരിപ്പിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. സത്യം എന്തായിരുന്നു? ആ നടി ആക്രമിക്കപ്പെട്ടത് ക്രൂരമായ സംഭവമായിരുന്നു. അതിൽ ക്രിമിനൽ ബുദ്ധി പ്രയോഗിച്ചത് ഒന്നാം പ്രതി മുതൽ 6ആം പ്രതി വരെയാണെന്ന് കോടതി വിധിച്ചു കഴിഞ്ഞു. ആ വിധി പ്രസ്താവം അനുസരിച്ച് അവരുടെ ജാമ്യം റദ്ദാക്കി. മെഡിക്കൽ പരിശോധന കഴിഞ്ഞ് അവരൊക്കെ ജയിലിലായി. ഇനി 12-ാം തീയതി എന്താണ് ശിക്ഷയെന്ന് കോടതി പറയും. അപ്പോൾ നടി ആക്രമിക്കപ്പെട്ട കേസിൽ യഥാർത്ഥ കുറ്റവാളികളെ കോടതി, പ്രോസിക്യൂഷൻ നിരത്തിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ യഥാർത്ഥ പ്രതികളെ കോടതി കണ്ടെത്തി കഴിയും. മറ്റുള്ളവരെയാണ് വിട്ടയച്ചത്. അതിൽ ആളുകൾക്കൊക്കെ ആഗ്രഹം ദിലീപിനെ പിടിച്ച് അകത്തിടുക.
അങ്ങനെ അയാൾ ഏകദേശം 3 മാസത്തോളം ജൂലൈ 10 അറസ്റ്റ് ചെയ്യുന്നു. പിന്നീട് ഒക്ടോബർ 3 വരെ ജയിലിൽ കിടന്നു. അയാളുടെ ഇമേജ് മുഴുവൻ തകർന്നു. അയാളുടെ ബിസിനസ് സാമ്രാജ്യം പലതും പൊട്ടി പാളിഷായി. അയാൾ ഇറങ്ങിയ സിനിമകൾ, എത്രയോ കോടികൾ മുടക്കി ഇറക്കിയ സിനിമകൾ പോലും വലിയ വിജയമൊന്നും നേടാതെ പരാജയപ്പെട്ടു. ഈ അവസാന നിമിഷത്തിൽ വന്ന ഒരു സിനിമ, അവസാന ദിവസങ്ങളിൽ വന്ന ഒരു സിനിമയാണ് കുറച്ചൊക്കെ ഓടിയത്, പ്രിൻസ് ആൻഡ് ഫാമിലി, അങ്ങനെ മറ്റോ ആണ് അതിൻ്റെ പേര്. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു ക്രൈം ഉണ്ടായാൽ ആ ക്രൈമിന് ഏറ്റവും അധികം നിലനിൽക്കേണ്ട അല്ലെങ്കിൽ സസ്റ്റെയിൻ ചെയ്യുക ക്രൈമിൻ്റെ അല്ലെങ്കിൽ കേസന്വേഷണത്തിൻ്റെ മെരിറ്റ് ഡിമെരിറ്റ്, കേസിൻ്റെ മെരിറ്റും ഡിമെരിറ്റും ഒക്കെ പരിശോധിക്കുമ്പോൾ തെളിവുകൾ മുഖ്യമാണ്. ഒരാൾക്കെതിരെ കേസ് ഫ്രെയിം ചെയ്യാൻ ലോക്കൽ പോലീസിനും പോലീസ് മേധാവികൾക്കുമൊക്കെ കഴിയുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത് എനിക്കാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും എതിരെ ഒരു കേസ് ചുമത്തണമെങ്കിൽ പോലീസ് വിചാരിച്ചാൽ മതി. GD ഡ്യൂട്ടിയിൽ ഇരിക്കുന്ന ഒരാൾ പരാതി കൊടുത്താൽ ആ പരാതിയിൽ എഴുതി പിടിപ്പിക്കേണ്ട കാര്യങ്ങളൊക്കെ നമുക്കെതിരെ ആരോപണങ്ങളായി വരാം. അങ്ങനെ കള്ളക്കേസുകളൊക്കെ ഏറ്റു നടക്കുന്ന ധാരാളം ആളുകൾ നമുക്ക് ചുറ്റും ഉണ്ട്. ഈ ദിലീപ് നടനും ജനപ്രിയ നായകനും എന്ന ലേബലിനപ്പുറം സിനിമാ മേഖലയിൽ ഒരു വമ്പൻ സ്രാവായി മാറിയപ്പോൾ അതിൽ അസൂയ കൊണ്ട ഒത്തിരി ആളുകൾ ഉണ്ടാകാം. അവരുടെ ഒരു ഗൂഢാലോചന ഇതിൻ്റെ പിന്നിലുണ്ട്. ആക്രമിക്കപ്പെട്ടത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കീചകനാണെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന തരത്തിലുള്ള ഒരു മോട്ടീവ് ദിലീപിനെ ആക്രമിക്കുന്നതിൽ, ദിലീപിനെതിരെ നടന്ന ഗൂഢാലോചനകൾക്ക് പിന്നിലുണ്ട് എന്നത് വാസ്തവമാണ്, പകൽ പോലെ സത്യമാണ്. ഇനി സർക്കാർ അപ്പീലിന് പോകുന്നുണ്ട്, അതിജീവിതയും അപ്പീലിന് പോകുമായിരിക്കണം. ഇതുവരെ അക്കാര്യത്തെക്കുറിച്ച് സ്ഥിരീകരണമൊന്നും വന്നിട്ടില്ല. അവർ അടുത്ത മേൽക്കോടതികളിൽ പോകുമ്പോൾ ഈ കേസ് വീണ്ടും പുനർവിചാരണയും വിസ്താരവും ഒക്കെ നടക്കും. ഈ തെളിവുകൾ വീണ്ടും ഇഴകീറി പരിശോധിക്കപ്പെടും. ഒരു പക്ഷേയെങ്കിൽ മറ്റേതെങ്കിലും അന്വേഷണ ഏജൻസികൾ ഈ കേസ് വീണ്ടും അന്വേഷിച്ചെന്ന് വരും. ഇതിനകത്ത് 8ാം പ്രതിയായിരുന്ന ദിലീപ് തന്നെ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സംസ്ഥാന പോലീസിൽ നിന്ന് ഒരുപക്ഷെ നീതി ലഭിക്കില്ല എന്ന് അദ്ദേഹം കണ്ടതുകൊണ്ടാകാം അങ്ങനെ ഒരു അന്വേഷണ ആവശ്യമൊക്കെ അദ്ദേഹം തന്നെ രംഗത്തോട്ട് വച്ചിരുന്നു. ഏതായാലും ഈ കേസ്, നടി ആക്രമിക്കപ്പെട്ട കേസ് സിനിമാ മേഖലയിൽ മാത്രമല്ല, കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യ ആകമാനം ചർച്ച ചെയ്യപ്പെട്ട കേസാണ്. അതിൻ്റെ മെരിറ്റ് പരിശോധിക്കുകയാണെങ്കിൽ കൃത്യമായി പോലീസ് എൻക്വയറി നടത്തി പ്രതികളെ ലിസ്റ്റ് കോടതിയിൽ കൊടുത്തു, അവർക്കെതിരെയുള്ള തെളിവുകൾ കൊടുത്തു. അങ്ങനെ കോടതി അത് പരിശോധിച്ചു. പ്രതിഭാഗത്തിൻ്റെയും വാദിഭാഗത്തിൻ്റെയും വാദങ്ങൾ കേട്ട് അതിനുശേഷമാണ് കുറ്റവാളികൾ ഇവരൊക്കെയാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. മറ്റുള്ളവരെ കോടതി വെറുതെ വിടുകയും ചെയ്തു. ആ വിധി ന്യായത്തിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ദിലീപിനെതിരെ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നത് പകൽ പോലെ വാസ്തവം ആണ്. ആ ദിവസങ്ങളിൽ ഞാൻ മെയിൻ സ്ട്രീം മാധ്യമങ്ങളിൽ വർക്ക് ചെയ്യുകയായിരുന്നു. അവിടെ വാർത്താ മുറികളിൽ നടന്ന ആവേശം, ദിലീപിനെതിരെ നടന്ന ഘോരമായ ആഹ്വാനങ്ങൾ, ഇതൊക്കെ എനിക്ക് ഇന്നലെ നടന്നതുപോലെ അല്ലെങ്കിൽ ഇന്ന് സംഭവിച്ചതുപോലെ ഓർമ്മയുണ്ട്. അപ്പോഴൊക്കെ ഞാൻ പറയുമായിരുന്നു, ഇതിന് കൃത്യമായ എവിഡൻസ് ഇല്ല, ഇത് മാനിപ്പുലേറ്റഡ് കേസായി വരാനാണ് സാധ്യതയുള്ളതെന്ന് അവരോടൊക്കെ തർക്കിക്കുമ്പോൾ അത് എൻ്റെ എന്തോ മഹാ അപരാധം അല്ലെങ്കിൽ ഞാൻ എന്തോ കൃത്രിമമായി ചെയ്യുന്നു എന്ന വിമർശനം വരെ എനിക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. എനിക്ക് ദിലീപിനെ സിനിമയിൽ കണ്ട് പരിചയമല്ലാതെ നേരിട്ട് പരിചയമോ യാതൊരു പരിചയവുമില്ല. ഞാൻ ഈ കേസിൻ്റെ മെരിറ്റ് മാത്രമാണ് പരിശോധിക്കുന്നത്. ഏകദേശം 20 വർഷക്കാലം ക്രൈം റിപ്പോർട്ടിംഗ് തന്നെ ചെയ്ത ഒരു പരിചയത്തിൽ നിന്ന് മാത്രമാണ് ഈ കേസിൻ്റെ ഇങ്ങനൊരു വിശകലനം ഞാൻ നടത്തുന്നത്. ഏതായാലും ആ മേലുദ്യോഗസ്ഥയ്ക്ക് ദിലീപിനോട് ഇത്രമാത്രം ശത്രുത തോന്നാനുണ്ടായ കാരണം എന്താണ് എന്ന് ഇപ്പോഴും അവ്യക്തമാണ്. നടി മഞ്ജു വാര്യർക്ക് അദ്ദേഹത്തോട് എന്തെങ്കിലും ഈർഷ്യയുണ്ടാകാം, പക്ഷെ ഒരിക്കലും നടി മഞ്ജു വാര്യർ ദിലീപാണ് ആ ഗൂഢാലോചനയ്ക്ക് പിന്നിലെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല എന്നത് വാസ്തവമാണ്, വസ്തുതയാണ്. അതുകൊണ്ട് മഞ്ജു വാര്യർക്കെതിരെ ദിലീപ് ഇങ്ങനെ ആഹ്വാനം നടത്തി, അങ്ങനെ ആഹ്വാനം നടത്തി എന്നൊക്കെ ആളുകൾ എഴുതി വിടുന്നുണ്ട്. അത് തെറ്റാണ്. പക്ഷേ മഞ്ജു വാര്യർ അമ്മ യോഗത്തിൽ വെച്ച് പറഞ്ഞു, ഇതിൻ്റെ പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് പറഞ്ഞു. ആ ഗൂഢാലോചനയിൽ ദിലീപാണ് സൂത്രധാരൻ എന്ന് പറഞ്ഞ് വളച്ചൊടിച്ചത് ഇവിടുത്തെ മാധ്യമങ്ങൾ തന്നെയാണ്. ചില മാധ്യമപ്രവർത്തകരും അതുപോലെ തന്നെ കേസ് ഫ്രെയിം ചെയ്ത പോലീസുകാരും തന്നെയാണ് അത് ദിലീപിലേക്ക് കൊണ്ടെത്തിച്ചത്. മഞ്ജു വാര്യർ ദിലീപിൻ്റെ പേര് ഇതുവരെ പരാമർശിച്ചിട്ടില്ല എന്നത് വസ്തുതയാണ്.